ജോസഫ് സി മാത്യു പറഞ്ഞ അതേ പോയിന്റിനെയാണ് ഞാൻ എടുത്തു വെച്ചത്. ജോസഫ് സി മാത്യു പറഞ്ഞപ്പോൾ നിഷയ്ക്ക് ഇതൊന്നും തോന്നില്ല. ഞാൻ പറഞ്ഞ ആ സംഭവമായി റിപ്പോർട്ട് ചെയ്യാതെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതിനെ വിശകലനം ചെയ്യുന്ന രീതിയും ഏജൻസികളുടെ പ്രവർത്തനത്തെ കുറിച്ച് അസാധാരണ സാഹചര്യം ഉണ്ടായെന്ന് കോടതിക്ക് പോലും തോന്നുന്നു. എന്തു തോന്നി? കോടതി അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞോ? ഒരു വാക്കെന്നെ കാണിച്ചതാ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ വേട്ടയാടുന്നു, അദ്ദേഹത്തെ വേട്ടയാടുന്നു, മോദിക്കെതിരായ വിരോധം, മോദിയോടുള്ള വൈരാഗ്യം തീർക്കാൻ അങ്ങനെ ചെയ്യുന്നു. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. മോദിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അപ്പോ വല്ലാതെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി രാഷ്ട്രീയ രംഗം മാറുമ്പോൾ അതിനെ ഏകാധിപത്യം എന്ന് തന്നെയല്ലേ വിശേഷിപ്പിക്കുക? രാജ്യത്ത് ഞങ്ങൾ ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്ന വിദൂര സ്വപ്നമുണ്ടായ കാലഘട്ടം മുതൽ, സ്വപ്നമില്ലാതിരുന്ന കാലഘട്ടത്തിലല്ല, ആ ഒരു സാധ്യത പട്ടികയിൽ ഞങ്ങൾ വന്ന കാലം മുതൽ ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനകത്ത് എന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഒരു സഖ്യത്തിന്റെ വാഗ്ദാനങ്ങളുണ്ടോ, സഖ്യത്തിന്റെ നേതാക്കളുണ്ടോ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ വാഗ്ദാനങ്ങളുണ്ടോ, പാർട്ടിയുടെ നേതാക്കളുണ്ടോ, അതോ ഒരു വ്യക്തി മാത്രമാണ്? പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡാണ് നരേന്ദ്രമോദി. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ ബ്രാൻഡിനെ ഞങ്ങൾ സെല്ല് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ലാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത് ശരി. അപ്പൊ നെഹ്റു കുടുംബത്തിന് ഇത്രയും കാലം അവിടെ ആളില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ ഇന്ത്യ സഖ്യമൊന്നോ പല തട്ടിക്കൂട്ട് മുന്നണികളോ ഉണ്ടാക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് എക്കാലത്തും നേതാക്കന്മാരുണ്ടായപ്പോ നിങ്ങൾ എങ്ങനെയാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് ഉണ്ടാകാതെ വരുന്ന ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അതോ ഞങ്ങൾ ഇനിയും പ്രതിപക്ഷത്തിന് നേതാക്കന്മാരെ ഞങ്ങൾ സപ്ലൈ ചെയ്യണോ? ഞങ്ങൾക്ക് നേതാവ് ഉണ്ടെന്നേ. ആ ബ്രാൻഡിനെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ നേരിടുന്നത്. നിങ്ങളുടെ എല്ലാ കല്ലേറും നരേന്ദ്രമോദി സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് അത് കുടുംബവാഴ്ചയാണ്. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാകാൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ പാർട്ടി ജനാധിപത്യമാണ്. ഞാൻ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നു, ഞാൻ സാധാരണക്കാരനായി വന്നു, കുടുംബ പാരമ്പര്യമായി കിട്ടിയതല്ല. ഇതല്ലേ അദ്ദേഹം പറയുന്നത്? അല്ലാതെ നിഷയ്ക്ക് തോന്നുന്നുണ്ട് അതിവിടെ പറയേണ്ട ആവശ്യം എന്താ? എല്ലാവർക്കും രസമാണ് ഇവിടെ. നെഹ്റു കുടുംബത്തിന് ഒരു നേതാവില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്നാ ചോദിച്ചത്. പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവില്ലാത്തത് ബിജെപിയുടെ കുഴപ്പമാണോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എന്റെ ചോദ്യം, പാർട്ടിയിൽ ജനാധിപത്യം, എല്ലാവരുടെയും പാർട്ടി എന്നൊക്കെയാണെങ്കിൽ എന്തിനാണ് മോദിയുടെ ഗ്യാരണ്ടി ബിജെപിയുടെ ഗ്യാരണ്ടി? ചർച്ച ചെയ്യാം. പറഞ്ഞു വന്നത് എക്കാലത്തും ദേശീയ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ മുൻനിർത്തി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അതൊന്നും സാരമില്ല. ഈ തെരഞ്ഞെടുപ്പിലല്ലേ ഉള്ളൂ നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാത്തവരുള്ളൂ. അപ്പൊ എല്ലാ കാലത്തും അങ്ങനെയല്ലേ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത്? എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. രാജീവ് ഉണ്ടായിരുന്നപ്പോൾ രാജീവായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. റാവു ഉള്ളപ്പോൾ റാവുവിനെ മുൻനിർത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടു. മൻമോഹൻ സിംഗിനെ പ്രഖ്യാപിച്ചു. എല്ലാ കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മോദി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സർക്കാരിനെ ഈ രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെയാണ്. സൂപ്പർ. രാജ്യത്തിന് അനുഭവമുള്ള ഏകാധിപത്യത്തെ മറന്നിട്ട് നിങ്ങൾ എവിടെയോ, നമ്മൾ എന്താ പറയുന്നത്, കറുത്തവാവ് ദിവസം അർദ്ധരാത്രിയിൽ കറുത്ത പൂച്ചയെ തപ്പുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഫാസിസം അല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ആരോപിക്കാനുള്ളൂ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നടന്നുപോയ ഫാസിസം ഒന്നും ഫാസിസമേ അല്ല. അനുഭവിച്ച ഫാസിസം അല്ല. നിങ്ങൾ ബിജെപിക്ക് നേരെ ആരോപിക്കുകയാണ്. നിങ്ങൾ ആരോപിച്ചുള്ളൂ. അതിന് നിങ്ങൾക്ക് ജനാധിപത്യപരമായ എല്ലാ അവകാശവുമുണ്ട്, അർഹതയുമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു. പിന്നെ ബിജെപിയുടെ ജനാധിപത്യത്തെ പറ്റി നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല സർ. ഒരു മര്യാദ വേണ്ടേ? ഞങ്ങളുടെ പാർട്ടിയിൽ ബൂത്ത് പ്രസിഡന്റ് മുതൽ തുടങ്ങി അഖിലേന്ത്യാ അധ്യക്ഷനും പ്രധാനമന്ത്രി വരെയും ആയിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് തെളിയിച്ചവരാണ്. അങ്ങനെ തെളിയിച്ച ഒരു നേതാവിനെ കോൺഗ്രസിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? രാജ്യത്തെ പല കാലവും ഭരിച്ചിട്ടുണ്ടല്ലോ. അമ്മാവൻ ആനപ്പുറത്തിരുന്ന തഴമ്പ് കൊണ്ട് പ്രധാനമന്ത്രിമാരല്ലാതായ ഏത് കോൺഗ്രസ്സുകാരനാ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഈ ജോസഫ് സി മാത്യുവിന്റെ ഒക്കെ ആഹ്ലാദവും അദ്ദേഹത്തിന്റെ അർമാദവും ഒക്കെ കണ്ടപ്പോ അരവിന്ദ് കേജ്രിവാളിനെ എന്തോ നിരുപാധികം സുപ്രീം കോടതി വെറുതെ വിട്ടു എന്നാണല്ലോ തോന്നുന്നത്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ.
ഇതിനകത്തെ നിയമപരമായ പ്രശ്നം എന്താ? ഇന്നേ വരെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരാൾക്ക് പോലും തെരഞ്ഞെടുപ്പിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തണമെന്ന പേരിൽ ജാമ്യം അനുവദിച്ചിട്ടില്ല. എന്തിന് കേജ്രിവാൾ അനുവദിച്ചു? അടുത്ത ചോദ്യം ഉണ്ടാകട്ടെ. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ജോസഫ് സി മാത്യു തന്നെ ഇത് എടുത്തിട്ട് നന്നായി. നിയമപരമായ പ്രശ്നങ്ങൾ ഇവിടെ അതുതന്നെയാണോ ഉണ്ടാകട്ടെ. തീർത്തും സുപ്രീം അസാധാരണമായ കോടതിയിൽ സാഹചര്യമാണോ ഉണ്ടാകുന്ന ഈ കേസ് രാജ്യത്ത് വരുമല്ലോ. നിലനിൽക്കുന്നത്? അത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് പോലും അത് അങ്ങനെ കോടതി ബോധ്യപ്പെട്ടിരിക്കുന്നു. പറഞ്ഞോ? എന്ത് ബോധ്യപ്പെട്ടു? എന്ത് ബോധ്യപ്പെട്ടു? ജൂൺ 2-ാം തീയതി ജയിലിൽ തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞത് ഒരു കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടാണോ? നിശ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി പോലും ദയവ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കും. എന്തിനാണ് ആ അസാധാരണ സാഹചര്യത്തെ ഞങ്ങൾ പൊളിറ്റിക്കലി നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊരു അസാധാരണ സാഹചര്യമായി സുപ്രീം കോടതി എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് അറിയാൻ ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ മെറിറ്റോറിയസ് ആയി കോടതി ഏതെങ്കിലും കടന്നിട്ടുണ്ടോ? ആ കേസിന്റെ മെറിറ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഒന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ കേസിനെ പറ്റി മിണ്ടരുത്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത്, സെക്രട്ടേറിയറ്റിന് അത് കാലുകുത്തരുത്, മാധ്യമങ്ങളോട് കേസിനെ പറ്റി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ട ആളെ പറയുമ്പോ നിങ്ങൾ എന്തിനാ മോദിയുടെ തോളിലോട്ട് കയറുന്നത്? കോടതിയാണ് ശ്രീ സന്ദീപ് വാചസ്പതി, സുപ്രീം കോടതിയാണ് അംഗീകരിക്കാതിരുന്നത്. അസാധാരണമായ സാഹചര്യമായി വിലയിരുത്തപ്പെടുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞത്. എന്തുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഏജൻസികളുടെ പ്രവർത്തനത്തെ കുറിച്ച് അസാധാരണ സാഹചര്യം ഉണ്ടായെന്ന് കോടതിക്ക് പോലും തോന്നുന്നു? എന്തു തോന്നി? കോടതി അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞോ? ഒരു ഒരു വാക്കെന്നെ കാണിച്ചതാ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. താങ്കളാണല്ലോ അസാധാരണമാണ് ഈ ജാമ്യം കൊടുത്തതെന്ന്. നിങ്ങളല്ലേ പറഞ്ഞ കോടതി പറഞ്ഞു എന്ന്? അത് എന്റെ പൊളിറ്റിക്കൽ ആരോപണമാണെന്നേ. നിങ്ങൾ കോടതി പറഞ്ഞിട്ട് എന്നെ കാണിച്ചതാ. കോടതി പറഞ്ഞുവെന്നല്ല പറഞ്ഞത് ശ്രീ സന്ദീപ് വാചസ്പതി. കോടതിക്ക് പോലും തോന്നിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കോടതി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. ജോസഫ് സി മാത്യു പറഞ്ഞ അതേ പോയിന്റിനെയാണ് ഞാൻ എടുത്തു വെച്ചത്. ജോസഫ് സി മാത്യു പറഞ്ഞപ്പോ നിഷയ്ക്ക് ഇതൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞപ്പോഴേ തോന്നിയുള്ളൂ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അപ്പുറത്ത് ഹേമന്ത് സോറൻ ജയിലിൽ കിടപ്പുണ്ടല്ലോ. ഇതേ സാഹചര്യത്തിലായിരിക്കുമോ ഇനി പരിഗണിക്കാൻ പോകുന്നത്? അയാളെ പുറത്ത് തുറന്നു വിടുമോ? ഇപ്പൊ പഞ്ചാബിൽ ഒരു നേതാവ് വന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആം ആദ്മി പാർട്ടി കൊടുത്ത ജയിലിൽ നിന്നല്ലേ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ട് അയാൾ ഇനി കോടതി പോയ നാളെ അയാളെയും തുറന്നു വിടുമോ? തുള്ളിച്ചാടുന്നതായി മറ്റാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കണം. ശ്രീ സന്ദീപ് വാചസ്പതി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നവീൻ സംഭവങ്ങളെ ആ സംഭവമായി റിപ്പോർട്ട് ചെയ്യാതെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതിനെ വിശകലനം ചെയ്യുന്ന രീതിയും കണ്ടാൽ അരവിന്ദ് കെജ്രിവാളിനെ നിരുപാധികം വിട്ടയച്ചു എന്ന ഫീലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പോയി ചത്തുടേടാ. അതിലെവിടെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച കോടതിയുടെ പരാമർശമുള്ളത്? അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ ആരും നിങ്ങൾ ചർച്ച ചെയ്യുന്നത് മോദിക്ക് തിരിച്ചടി, മോദിക്ക് തിരിച്ചടി, ബിജെപിക്ക് തിരിച്ചടി, മോദിയുടെ ഫാസിസം. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?